നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന മുതിർന്ന CPM നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തു. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. പോലീസിന് നിയമോപദേശം കിട്ടിയതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരെ നടപടി സ്വീകരിച്ചത്. IPC 465, 468, 471 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. വിവാദ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തെളിവ് ശേഖരണം നടത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അതേസമയം സംഭവത്തിന് പിന്നാലെ ജി സുധാകരൻ താമസം വീട്ടിൽ നിന്നും ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റിയിട്ടുണ്ട്. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിനായി കൃത്രിമം നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ വെളിപ്പെടുത്തിയത്. വെളിപ്പെടുത്തലിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു. പരാമർശത്തിന് പിന്നാലെ ഇന്നലെ പുന്നപ്രയിലെ സുധാകരന്റെ വസതിയിലെത്തി അമ്പലപ്പുഴ തഹസീൽദാർ മൊഴിയെടുത്തിരുന്നു. സംഭവം വിവാദമായതോടെ ജി സുധാകരൻ പരാമർശത്തിൽ മലക്കം മറിയുകയും ചെയ്തു. വോട്ട് മാറ്റി കുത്തുന്നവർക്ക് താൻ ചെറിയൊരു ജാഗ്രത നൽകിയതാണെന്നും അല്പം ഭാവന കലർത്തിയാണ് താൻ സംസാരിച്ചതെന്നും ജി സുധാകരൻ പിന്നീട് പറഞ്ഞു. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല, ഒരു വോട്ട് പോലും തിരുത്തിയിട്ടില്ല, ഒരു തവണ പോലും കള്ളവോട്ട് ചെയ്യുകയോ പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. വോട്ട് മാറ്റി കുത്തുന്നവർക്ക് ജാഗ്രത നൽകിയതാണ്. മൊഴിയെടുത്തപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് സംഭവം വിവാദമായതിന് പിന്നാലെ ജി സുധാകരൻ പറഞ്ഞത്. 1989 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയായി KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ജി സുധാകരനായിരുന്നു. അന്ന് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ. വക്കം പുരുഷോത്തമനെതിരെയാണ് അന്ന് ദേവദാസ് മത്സരിച്ചത്. 1,00,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വക്കം അന്ന് ജയിച്ചത്.